നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. തോരാമഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി. വാടനപ്പള്ളിയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. വലപ്പാട്ടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കളക്ഷൻ ഏജന്റ് പിടിയിൽ. തൃപ്പയാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. തോരാമഴയിൽ തീരദേശത്ത് നിരവധി വീടുകളാണ് വെള്ളത്തിലായത്. എടത്തിരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പ്രധാന തോടുകൾ കടന്നുപോകുന്ന പ്രദേശത്തെ വീടുകളാണ് വെള്ളത്തിലായിട്ടുള്ളത്. എടത്തിരുത്തി 15-ാം വാർഡ് ചന്ദ്രാപ്പിന്നി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറിയിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ നികത്തിയതും കൂടുതൽ വെള്ളക്കെട്ടിന് കാരണമായി. വീട്ടുപറമ്പുകളിലേക്ക് തോടുകൾ കവിഞ്ഞൊഴുകി 50ഓളം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. SN വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നിരവധി സ്ഥലത്ത് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇത് വന്നേ പിന്നെ ഇവിടെ വെള്ളം നിന്ന് തുടങ്ങി. മനസ്സിലായില്ലേ? ഈ തോട് ഇവിടെ നിന്ന് വെടുപ്പാക്കി പോയെങ്കിൽ മാത്രമേ ഈ വെള്ളം ഇവിടെ നിന്ന് പോകുള്ളൂ, അല്ലാണ്ട് പോവില്ല. ഇവരിവിടെ വെറുതെ അവിടെ കുളവാഴ മാന്തിയോണ്ട് ഒരു വെള്ളം പോകാനുള്ള ഒരു ഞാൻ കാണാനില്ല ഇവിടെ. മനസ്സിലായില്ലേ? തോട് ഏറ്റത്തുനിന്ന് വെടുപ്പാക്കിയിട്ട് അവിടം വരെ വെടുപ്പാക്കിയാൽ മാത്രമേ വെള്ളം പോകുള്ളൂ. കയ്പമംഗലം പഞ്ചായത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. 2-ാം വാർഡ് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഈ ഭാഗത്ത് 40ഓളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ്. ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വാർഡ് മെമ്പർ PMS ആബിദിൻ എന്നിവർ പറഞ്ഞു. പഞ്ചായത്തിൽ പല വാർഡുകളിൽ ഈ ചെറിയ മഴയ്ക്ക് പോലും വെള്ളക്കെട്ടായി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2-ാം വാർഡിലെ സലഫി നഗറിലുള്ള കുറച്ച് വീടുകൾ ഒരുപാട് വീടുകളിലെ ഉള്ളികളിലേക്കൊക്കെ വെള്ളം കയറി. അവരെ അടിയന്തരമായിട്ട് ക്യാമ്പിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ബാബുലി മസ്ജിദ് മദ്രസയിലും അതുപോലെ തന്നെ 2-3 ഇടങ്ങളിലായിട്ട് നമ്മൾ ഇപ്പോൾ ക്യാമ്പ് തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തുടക്കം കുറിച്ചേക്കുന്നത് ബാബുലി മസ്ജിദ് ആണ്. ഇപ്പോൾ മദ്രസയിലാണ്. 2-ാം വാർഡിലുള്ള ഒരുവിധ ആളുകളൊക്കെ തന്നെ അവിടേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വീടുകളെ വഞ്ചി വന്നിട്ട് വേണം നമുക്ക് അവരെ മാറ്റണമെങ്കിൽ. നമ്മുടെ 2-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷക്കാലമായി കഴിഞ്ഞാൽ എല്ലാ വർഷക്കാലങ്ങളിലും ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു വാർഡിൻ്റെ 3 ഏരിയകളിലുള്ള ആളുകൾക്ക് വലിയൊരു ദുരിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 10-40ഓളം വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നൊരവസ്ഥ ഈ വാർഡിലുണ്ട്. നമ്മളത് പരമാവധി തന്നെ എന്തൊക്കെ ചെയ്യാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഒഴിവാക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാളമുറി കിഴക്ക് വിളക്കുംപറമ്പ്, തൈവെപ്പ്, പള്ളിത്താനം, ഗ്രാമലക്ഷ്മി പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വൈകിട്ടോടെ കൂരിക്കുഴി ബാബുലൂല് മദ്രസ, RCUP സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത് ഒളിവിൽ പോയ കേസിൽ കളക്ഷൻ ഏജന്റ് അറസ്റ്റിലായി. വലപ്പാട്ടെ ട്രാവൻകൂർ ബിൽഡ്വെയർ എന്ന സ്ഥാപനത്തിലെ കളക്ഷൻ ഏജന്റായിരുന്ന പഴുവിൽ കല്ലാട്ടുവീട്ടിൽ കിരണാണ് അറസ്റ്റിലായത്. മാർച്ച് 1 മുതൽ സ്ഥാപനത്തിലെ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിറ്റ വകയിലുള്ള 7 ലക്ഷം രൂപയും ജോലി ആവശ്യത്തിന് നൽകിയ ബൈക്കും മൊബൈൽ ഫോണുമായി കിരൺ മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കിരൺ ഇടുക്കിയിലുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെയെത്തി പിടികൂടിയത്. SHO MK രമേശ്, SI CN എബിൻ, ASI ഭരതനുണ്ണി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീഷ് കുമാർ, സോഷി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തളിക്കുളത്ത് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നാടക ക്യാമ്പ് സമാപിച്ചു. വിവിധയിനം കളികളിലൂടെ കുട്ടികളിലുള്ള അഭിനയസിദ്ധി പുറത്തുകൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. കൊടുങ്ങല്ലൂർ രാരംഗ് തിയേറ്റർ ഫോർ എഡ്യൂക്കേഷനിലെ പരിശീലകരായ യശ്വന്ത് വി ഗോപാൽ, അമൽ കൃഷ്ണ, NS നിഷാന്ത് എന്നിവരാണ് ക്ലാസുകൾ നയിച്ചത്. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു കുട്ടികളുമായി സംവദിച്ചു. സമാപന യോഗം ബാലസംഘം ഏരിയ കൺവീനർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആത്മേയ അധ്യക്ഷത വഹിച്ചു. EPK സുഭാഷിതൻ, PI സജിത, PK അനിത, V കല,
ബുഷറ അബ്ദുൽ നാസർ, സന്ധ്യ മനോഹരൻ, ബാലസംഘം ഏരിയ സെക്രട്ടറി ആദർശ്, ടി.കെ. വിമല, സി.എസ്. സുനിൽകുമാർ, എ.ജി. ആദിദേവ്, ചിന്നു ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി, ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നമ്മളെ ജില്ലയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും ഇത്രയും നല്ല ഒരു പരിപാടി, ഇങ്ങനൊരു ക്യാമ്പ്, വേനൽക്കാല ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചില്ല ബാലസംഘത്തിൽ. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞു പോകണ്ട. ഞാൻ തളിക്കുളം കമ്മിറ്റിക്ക് വീണ്ടും അഭിനന്ദനം പറയണം. കാരണം കേരളത്തിൽ പോലും ഉണ്ടായിട്ടില്ല. തൃപ്പയാർ ജംഗ്ഷനിലും പോളി ജംഗ്ഷനിലുമായി മണിക്കൂറുകളോളം ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി നാട്ടിക സെന്ററിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു പ്ലാനിംഗ് ഇല്ലാതെ, ഒരു കൃത്യതയില്ലാതെ ഈ സംസ്ഥാനത്തെ ഗതാഗത സൗകര്യം ഇല്ലാതാക്കിയ പിണറായി ഗവൺമെന്റ്, ആ പിണറായി ഗവൺമെന്റിൽ പൊതുമരാമത്ത് മന്ത്രിയായി പ്രഖ്യാപിക്കുന്ന റിയാസ് രാജിവെക്കണം എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയാനുള്ളത്. ഇത്രയും ജനങ്ങളെ ദ്രോഹിച്ച, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകിയ ഈ ഗവൺമെന്റിന്റെ മന്ത്രി രാജിവെച്ച് ആ തെറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരണമെന്ന്. ദേശീയപാതയിലെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കും ക്രമക്കേടും അശാസ്ത്രീയമായ നിർമ്മാണവും അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, K. ദിലീപ് കുമാർ, VR വിജയൻ, ശോഭ സുബിൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, KV ദാസൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TB ഷൈൻ, ജീജ ശിവൻ എന്നിവർ സംസാരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദിഖ്, PS സുൽഫിക്കർ, സന്തോഷ്, CK ചന്ദ്രൻ, KB രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. ഗതാഗതക്കുരുക്ക് എന്ന് എല്ലാവരും ഇവിടെ പ്രതിപാദിച്ചു. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് വിവിധ ഇടങ്ങളെ കുറിച്ച് പറഞ്ഞു. കാഞ്ഞാണിയിലായാലും വാടാനപ്പള്ളിയിലായാലും തളിക്കുളത്തായാലും അങ്ങനെ നമ്മുടെ തൊട്ടപ്പുറത്ത് എടമുട്ടത്തും ചന്ദ്രാപ്പിനിയിലും കയ്പമംഗലത്തും എല്ലാം വലിയ ഗതാഗത കുരുക്കാണ്. നമ്മുടെ തൃപ്രയാറിൽ ഒരു വാഹനം ഒരടിയോ ഒരു മീറ്ററോ കടന്നു പോകണമെങ്കിൽ എത്രയോ സമയമാണ് എടുക്കേണ്ടി വരുന്നത്. തൃപ്രയാർ സെന്ററിന് കിഴക്ക് ഭാഗത്തുള്ള പോളി ജംഗ്ഷനിൽ 4 ഭാഗത്തു നിന്നും വാഹനം ഒരുപോലെ വന്ന് മണിക്കൂറുകളോളം വലിയ ട്രാഫിക് ജാം ഉണ്ടാവുകയാണ്. BJP വലപ്പാട് 17ാം വാർഡ് കമ്മിറ്റി കുടുംബസംഗമവും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും വിവിധ മത്സര വിജയികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു. കളരി അധ്യാപകനായ അൻമോൽ മോത്തി ആമുഖ ഭാഷണം നടത്തി. ഉത്തര മണികണ്ഠൻ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ശോഭന ഷൺമുഖൻ, രാജു വടക്കെട്ടി, ധനേഷ് മടത്തിപ്പറമ്പിൽ, ഷാജി VD, മധു കുന്നത്ത്, സുരേന്ദ്രൻ നെടിയിരിപ്പിൽ, ബാബുരാജ്, സന്തോഷ് ഇരിങ്ങത്തിരുത്തി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചറിയണം, ശാസ്ത്രത്തെ കുറിച്ചറിയണം. വേണ്ടേ? നമുക്ക് ചോദിക്കാം, പൈതഗോറസ് തിയറം ഇന്ന് എന്താണ് സാർ ഗുണം? πr² പഠിച്ചിട്ട് ഞാൻ മുന്നിന്റെയും മലയുടെയും അളവൊന്നും നോക്കിയിട്ടില്ല. മലയാളത്തിൽ എനിക്ക് സംസാരിക്കാൻ അറിയാം, അല്ലാതെ കേക നോക്കിയിട്ടോ വസന്തതിലകം നോക്കിയിട്ടോ കാകളി നോക്കിയിട്ടോ നഥോന്നത കുടുംബത്തെ കുറിച്ച് പഠിച്ചിട്ടോ എനിക്ക് എന്താണ് കിട്ടിയത്? ഒന്നിനോട് ചേർന്നാൽ ഉപമയാണെന്ന് പറഞ്ഞു. സധകാകളി വൃത്തത്തിൽ 2ാം പാദത്തിൽ അന്ത്യമായി 2 അക്ഷരം കുറഞ്ഞാൽ അത് മഞ്ജരിയാണെന്ന് പറഞ്ഞു തന്നു. ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗം എന്ന് പറഞ്ഞു തന്നു. പക്ഷെ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കാര്യമില്ല. ഭർത്താവ് ഭക്ഷണം കൊണ്ടുവരണമെങ്കിൽ ചേട്ടങ്ങൾ വാന്ന് പറയണം, അല്ലേ? ഇതൊക്കെ എന്തിനു പഠിച്ചു, ഏതിന് പഠിച്ചു, എന്തിനു വേണ്ടി നമ്മൾ അതിനെ പഠനം പാഠ്യവിഷയമാക്കി എടുത്തതിൽ നമ്മൾ മിടുക്കരായി എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയപ്പെടേണ്ടത്. ഒരു നാടിന്റെ സംസ്കൃതി അത് അതിനൊരു ഭാഷയ്ക്ക് കൃത്യമായിട്ടുണ്ട്. ആ ഭാഷ പഠിക്കുന്നതോടൊപ്പം തന്നെ ശാസ്ത്രവും പഠിക്കണം, മറ്റ് ചരിത്രവും പഠിക്കണം. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ചായം പദ്ധതിയും അംഗൻവാടികളുടെ ശീതീകരണ പദ്ധതിയുടെ ഉദ്ഘാടനവും അംഗൻവാടി കുട്ടികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് അംഗൻവാടിയിൽ നടന്ന ചടങ്ങ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത അധ്യക്ഷയായി. അംഗൻവാടി ചുമരുകളിൽ വ്യത്യസ്ത നിറങ്ങളിൽ കുട്ടികൾക്ക് ആകർഷകമായ രീതിയിലുള്ള ചിത്രങ്ങളും വ്യത്യസ്ത നിറങ്ങളോടുകൂടിയ കുട്ടികൾക്കായുള്ള ഫർണിച്ചറുകളും കുട്ടികൾക്ക് അപകടം ഉണ്ടാകാത്ത രീതിയിൽ ഫ്ലോറിംഗ് സജ്ജീകരിച്ചാണ് ചായം പദ്ധതി നടപ്പിലാക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ, അംഗൻവാടി അധ്യാപികയും 14-ാം വാർഡ് മെമ്പറുമായ സുമന ജോഷി, അംഗൻവാടി മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ലതിക എന്നിവർ സംസാരിച്ചു. സ്ഥാപനങ്ങൾക്കാണ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വകമാറ്റി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വലിയ സംഖ്യയാണ്, ഏകദേശം 134ഓളം അംഗനവാടികൾക്ക് നമ്മുടെ ഏരിയയിൽ അത്രയും അംഗനവാടി ഉണ്ട്. 5 പഞ്ചായത്തിലായിട്ട് കോടിക്കണക്കിന് രൂപയാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കുട്ടികൾക്കായിട്ട് ഇപ്പം ഇവര് ഗ്രാമപഞ്ചായത്ത് വെച്ചതുപോലെ തന്നെ ചായം പദ്ധതി, AC ഉൾപ്പെടെയുള്ള പദ്ധതി, അതുപോലെ പോഷകാഹാരം ലക്ഷങ്ങളാണ്, 25-30 ലക്ഷം രൂപയാണ് പോഷകാഹാരം. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായുള്ള കുട്ടികൾക്ക് മറ്റേ സ്കോളർഷിപ്പ്, എണ്ണിയാൽ തീരാത്ത അത്രയും കോടികളുടെ സഹായമാണ് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓരോ വർഷവും വെച്ച് കൊണ്ടുപോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരാഗ്രഹം അംഗനവാടിയിൽ പഠിക്കാൻ. താന്യം യുവജന കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകോത്സവം സംഘടിപ്പിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സതി ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷമീർ പൂവാമ്പറമ്പിൽ പുസ്തകം യുവജന കലാവേദിക്ക് കൈമാറി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA എക്കണോമിക്സിൽ 4ാം റാങ്ക് നേടിയ KV ലക്ഷ്മിയെ താന്യം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ ആദരിച്ചു. SSLCയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി ആദരിച്ചു. രക്ഷാധികാരി TK പരമേശ്വരൻ, സെക്രട്ടറി KK ബിജു, ഖജാൻജി PR സുരേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. അതാണ് സത്യം. പിന്നെ ഒരു സമൂഹത്തിൽ ഏറ്റവും സേഫായ രീതിയിൽ ജീവിക്കാനും കുറച്ച് പൈസ കിട്ടാനും, അല്ലേ? നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും വിദ്യാഭ്യാസം വേണം. ആ കുറച്ച് പൈസ കിട്ടാനും ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് വിദ്യാഭ്യാസം എന്നത് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അല്ലാതെ പറയാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും മൂല്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്നുണ്ടോ? അച്ഛനമ്മയെ നോക്കണം, സമൂഹത്തിൽ നല്ലത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന രീതിയിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു മൂല്യങ്ങളും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. മറിച്ച് എങ്ങനെ മത്സരിക്കാം, എങ്ങനെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താം, എങ്ങനെ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താം എന്നത് മാത്രം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അവസാനമാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഒരു ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ.
Manappuram Geeta Ravi Public School. The joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. മുറ്റിച്ചൂർ ഗ്രാമീണ വായനശാലയുടെ കീഴിലുള്ള ബാലവേദിയുടെ നേതൃത്വത്തിൽ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം മുറ്റിച്ചൂർ ALPS പ്രധാനാധ്യാപകനായ ബൈജു ജോർജ് നിർവഹിച്ചു. ബാലവേദി പ്രസിഡന്റ് അനേക് കൃഷ്ണ അധ്യക്ഷനായി. വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് KB രണേന്ദ്രനാഥൻ, സെക്രട്ടറി ശാന്ത സോളമൻ, വൈസ് പ്രസിഡന്റ് MB സജീവൻ, ചീഫ് കോർഡിനേറ്റർ BN സ്വപ്ന, കോർഡിനേറ്റർമാരായ തസ്ബീഗം, ഷംന, ലൈബ്രറിയൻ അസ്മ സക്കീർ, ബാലവേദി എക്സിക്യൂട്ടീവ് മെമ്പർ ദേവാനന്ദ്, ബാലവേദി സെക്രട്ടറി അതുല്യ, ട്രഷറർ ആദിദേവ് എന്നിവർ സംസാരിച്ചു. ദേശീയ ചെസ് താരം KK മണികണ്ഠൻ കുട്ടികൾക്കായി ശാസ്ത്രീയ ചെസ് പരിശീലന ക്ലാസ് നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള വിദ്യാർത്ഥി യൂണിയന്റെ സ്ഥാപക ദിനത്തിൽ നാട്ടിക ശ്രീനാരായണ കോളേജിന് മുന്നിൽ പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് യദുകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. KSU നാട്ടിക മണ്ഡലം പ്രസിഡന്റ് TR ആദർശ് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റാനിഷ് K രാമൻ, നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TB ഷൈൻ, KSU ജില്ലാ ജനറൽ സെക്രട്ടറി വൈഭവ് MP, KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉവൈസ് A നാസർ എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളിയിൽ വീടിന്റെ മുകളിൽ തെങ്ങ് വീണ് മേൽക്കൂര തകർന്നു. വാടനപ്പള്ളി 1-ാം വാർഡിൽ താമസിക്കുന്ന CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിലിന്റെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് അപകടമുണ്ടായത്. കയ്പമംഗലത്ത് കനത്ത കാറ്റിലും മഴയിലും മരം വീണ് കാറ്ററിംഗ് യൂണിറ്റിന് നാശനഷ്ടം. കയ്പമംഗലം പള്ളിത്താനത്ത് പ്രവർത്തിക്കുന്ന ഹോളിഡേ പ്ലസ് കാറ്ററിംഗ് യൂണിറ്റിന്റെ അടുക്കളപ്പുരയാണ് മരം വീണ് തകർന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് പുളിമരം കടപുഴകി അലുമിനിയം ഷീറ്റ് മേഞ്ഞ അടുക്കളപ്പുരയ്ക്ക് മുകളിൽ വീണത്. മേൽക്കൂര പൂർണ്ണമായും തകർന്നു. അടുപ്പും പാത്രങ്ങളും നശിച്ചിട്ടുണ്ട്. പള്ളിത്താനം സ്വദേശി രായം മരയ്ക്കാർ വീട്ടിൽ ഷെഫീഖിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഷെഫീഖ് പറഞ്ഞു. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു.
മണലൂർ ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡിൽ 10ാം വർഷവും അംഗൻവാടി മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ പഠനോപകരണ വിതരണവും SSLC +2 വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ ധർമ്മൻ പറത്താട്ടിൽ, കാരമുക്ക സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും OVS ഫൗണ്ടേഷൻ കൺവീനറുമായ PB ജോഷി, മുൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV വിനോദൻ, ലോക്കൽ സെക്രട്ടറി ധനമോൻ മഠത്തിപ്പറമ്പിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി PB ഹരിദാസ്, ബാങ്ക് ഡയറക്ടർ ഷാജി, അമൃത സെൻ, വാർഡ് വികസന സമിതി കൺവീനർ വിനോദൻ വന്നേരി എന്നിവർ സംസാരിച്ചു. ഞാൻ നാളുകളിൽ ഇതിൻ്റെ ഒരു ഭാഗമായി തീരുമെന്നുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. നിങ്ങൾ വാങ്ങിച്ചു ഉയർന്ന ഉദ്യോഗമൊക്കെ ലഭിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നണം, കഴിഞ്ഞ 10 വർഷം എനിക്ക് എന്നെ ചേർത്ത് നിർത്തിയ എൻ്റെ നാട്ടുകാരുണ്ട്, അവരെ സഹായിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ് എന്ന് നിങ്ങൾക്ക് തോന്നണം. അന്ന് നിങ്ങൾ ഈ ഒരു പരിപാടി നടക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഇവരോട് പറയും, ഇവരെല്ലാം ഈ സ്ഥാനത്തിന് വേറെ ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നിങ്ങളിൽ ഒരാളായിരിക്കും ഇവിടെ അന്ന് മെമ്പറായിട്ട് മോഹം, ഞാൻ ഇന്ന് ഒരു 50 ബുക്ക് ഞാൻ തരുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ പേന ഞാൻ തരുന്നുണ്ട്, കുറച്ച് ബാഗുകൾ ഞാൻ തരുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുമ്പോൾ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ സുലഭമായി മാറും. മതിലകം കുടുംബശ്രീ മാതൃക CDSന്റെ വാർഷികാഘോഷം നടത്തി. മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ സമ്മാനദാനം നിർവഹിച്ചു. ദീപ നിശാന്ത്, ഡോക്ടർ U സലീൻ, മതിലകം CDS ചെയർപേഴ്സൺ CB രാജേഷ്, വൈസ് ചെയർപേഴ്സൺ സൈന ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇപ്പോഴും പല പത്രത്താളുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന നമ്മുടെ പാലുടി മുഹമ്മദ് കുട്ടി, അദ്ദേഹമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അക്കാലത്ത് നമ്മുടെ പൊതുവായ ചർച്ച രൂപപ്പെട്ടപ്പോൾ സ്ത്രീകളുടെ എണ്ണം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലാണ് എന്ന പൊതു നിഗമനമാണ്. സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വികാസ പ്രക്രിയയിൽ നന്നായി പരിഗണിക്കേണ്ട ആളുകളാണ്. ആരാ? സ്ത്രീയാണോ? മാത്രമല്ല ശരിയാണോ കണക്കെന്ന് പൂർണ്ണമായി എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് തെറ്റായോ അല്ലെങ്കിലോ പറഞ്ഞതൊരു കാര്യം, 5 സ്ത്രീകൾ എടുത്താൽ 1 ആണെന്നാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ തമാശക്കെങ്കിലും പറയും, ഞങ്ങൾക്ക് 1 പുരുഷൻ 5 സ്ത്രീയെ കെട്ടാന്ന് പറയും. പറഞ്ഞത് ചിലപ്പോൾ തമാശക്കായിരിക്കും, അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പൊ കെട്ടാത്ത ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, പേടിക്കണ്ട അല്ലേ? അപ്പൊ ഈ കല്യാണത്തിൽ ആരെ കെട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും രാജു അല്പം. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും ഒളിമ്പിക് അസോസിയേഷനും ഫുഡോഷിൻ കരാത്തെ അസോസിയേഷനും സംയുക്തമായി നടത്തിയ വുഷു സമ്മർ ക്യാമ്പിന് സമാപനമായി. നാട്ടിക ഫുഡോഷിൻ കരാത്തെ സോജോയിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. സമാപനമായിട്ട് ബന്ധപ്പെട്ട് ചേലക്കര, വടക്കാഞ്ചേരി നമ്മുടെ ജില്ലയിൽ എങ്ങുമില്ലാത്ത തരത്തിൽ ഈ വർഷം 500-ൽ പരം ക്യാമ്പുകൾ എല്ലാ ഈവൻറ്റുകളിലും നടന്നു. അപ്പോൾ ഒരു 10-30,000-ഓളം കുട്ടികൾ ഈ പ്രാവശ്യം രംഗത്ത് ഇറങ്ങി. നമ്മൾ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് നടത്തിയത്. തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിൽ ഏറ്റവും നല്ല ക്യാമ്പയിൻ നടത്തിയത് തൃശ്ശൂർ ജില്ലയിലാണ്. അത് ഒരു 14,000 കായിക താരങ്ങളും എല്ലാ ഇതും അവഗണിച്ചുകൊണ്ട് മഴയത്ത് മന്ത്രിയുടെ ഒപ്പം നടന്നു. ആ രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തി തൃശ്ശൂർ ജില്ല ലഹരിക്ക് അടിമയായവരെ അല്ലെങ്കിൽ ആ വഴിക്ക് പോകുന്നവരൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി. തൃശൂർ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധൻ, തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഖിൽ KL,
ജില്ലാ വുഷു അസോസിയേഷൻ കോച്ചും ഫുഡോഷിൻ കരാത്തെ അസോസിയേഷൻ പ്രസിഡന്റുമായ റൻഷി അനു വടക്കൻ, ജില്ലാ വുഷു അസോസിയേഷൻ പ്രസിഡന്റ് മഹേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു. റൻഷി അനു വടക്കന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലന ക്യാമ്പ്. മുഹമ്മദ് ഇഹാബ്, നന്ദകിഷോർ എന്നിവർ സഹപരിശീലകരായിരുന്നു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി CITU നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് സർക്കാർ ആശുപത്രി ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനം ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം PA രാമദാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TS മധുസൂദനൻ, ജില്ലാ സെക്രട്ടറി ശശികല ശ്രീവത്സൻ, ഏരിയ ഭാരവാഹികളായ MK ഫൽഗുണൻ, KG സുഹദേവ്, KS അജയൻ, ഹെഡ്ലോഡ് ഏരിയ സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ BK മണിലാൽ, ആശുപത്രി സൂപ്രണ്ട് നസീമ ഹംസ, ഡോക്ടർ റഹീന, ഡോക്ടർ ഡിനി, സീനിയർ നഴ്സിംഗ് ഓഫീസർ ബെന്നി, NHM ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ കിരൺ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാനാടിക്കാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് താന്യം പഞ്ചായത്തിലെ സ്കൂളുകളിൽ പഠിക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്കും അംഗൻവാടി കുട്ടികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ ബാഗ്, കുട, ടിഫിൻ ബോക്സ്, പെൻസിൽ ബോക്സ് എന്നിവ അടങ്ങുന്നതാണ് പഠന കിറ്റ്. താന്യം പഞ്ചായത്തിലെ 6 സ്കൂളുകളിൽ നിന്നായി 130ഓളം വിദ്യാർത്ഥികൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, ജനപ്രതിനിധികളായ സിജോ പുലിക്കോട്ടിൽ, ഷീജ സദാനന്ദൻ, പഞ്ചായത്ത് മെമ്പർമാരായ CL ജോയ്, രഹന പ്രജു, രതി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. EV ശക്തിധരൻ, NR രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഈ വർഷവും അത് നൽകുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ ചടങ്ങ് മാത്രമല്ല, കുറേയേറെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്വാമികളുടെ നേതൃത്വത്തിൽ അവരുടെ കുടുംബത്തിൽ നടക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പറഞ്ഞ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ലോകമെമ്പാടും പ്രശസ്തി അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന കുറേയേറെ പരിപാടികൾ നമ്മുടെ ഈ സ്വാമികളുടെ കീഴിൽ ഇവിടെ കുടുംബത്തിൽ നടത്തുന്നുണ്ട്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തോരാമഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി. വാടനപ്പള്ളിയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. വലപ്പാട്ടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 7 ലക്ഷം രൂപ തട്ടിയെടുത്ത കളക്ഷൻ ഏജന്റ് പിടിയിൽ. തൃപ്പയാറിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.